അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ വളരെ കോംപ്രിഹെൻസീവായിട്ട് ചോദിച്ചാൽ നമുക്ക് ബാക്കി അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് തീർക്കാൻ കഴിയണം. എയിംസ് പ്രഖ്യാപിച്ചല്ലോ, 2016 പ്രഖ്യാപിച്ചല്ലോ ബഡ്ജറ്റിൽ. എയിംസ് കേരളത്തിലെ കാര്യമാണോ ചോദിച്ചത്? കേരളം എന്ത് ചെയ്തു എന്ന്? കേരളം എന്ത് ചെയ്തു എന്ന് ചോദ്യകർത്താവ് ഇപ്പൊ പറഞ്ഞു തരണം. അങ്ങനെയല്ല, അതിന്റെ സംവിധാനം അതല്ല. അത് കേരള സർക്കാരിന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഇപ്പം മാറ്റി വെച്ചാൽ ഇതെല്ലാം ക്ലിയർ ആവും. സംവിധാനം 1 മുതൽ മിനിമം 4 സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ, അത് അതിനൊരു പാരഫെർനേലിയ ഉണ്ട്. ആ സ്ഥലത്ത് ഇന്ന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിരിക്കണം. ഇതിന്റെ ഒരു പാരഫെർനേലിയ, ഇതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതൻ പ്രകാരം 4 ജില്ലകളെങ്കിലും 4 സ്ഥലങ്ങളെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യണം. കേരളത്തിന്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരുപാട് ബോട്ടിൽ നെക്കുകളുണ്ട്. കൊച്ചി വികസനമെന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. അവിടെ അത്രയും സാച്ചുറേഷനായി, സഫക്കേഷനുമായി. തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് 3 ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിന്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, കോഴിക്കോടായാലും നമ്മൾ നോക്കാം, മലപ്പുറമാണെങ്കിൽ പോലും ഇപ്പൊ തന്നെ സപ്പിളാണ്. അപ്പൊ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥല ലഭ്യത, അത് ഈ പറയുന്ന പാരാഫെർണിയയിൽ അത് അതിന്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. ഇതിങ്ങനെ തന്നെയാണ് കാശ്മീരിൽ പോലും അവസാനം സംഭവിച്ചത്. കാശ്മീർ ഒരുപക്ഷെ അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടായി, ഒരു ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ഉണ്ടായി. ഈ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 3ഓ 4ഓ സ്ഥലങ്ങൾ ശുപാർശ ചെയ്തു, ഇവിടെ സ്ഥലം തരാൻ കഴിയുമെന്ന് അറിയിച്ചു. അതിലൊന്നിൽ അതിന്റെ പണി തുടങ്ങി. അവിടെ അവരെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു വർജ്യമോ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കലോ ഒന്നും ഇതിനകത്ത് പാടില്ല. എല്ലാം കേരള മക്കളാണ്. ഇനി ഇല്ല, അങ്ങനല്ലല്ലോ പറഞ്ഞു. ആലപ്പുഴയിൽ ഇത് വരണമെന്നത് നിലപാടാണ്. ആ നിലപാട് 2015 മുതലുള്ള നിലപാട്. എന്റെ വാക്കുകൾ നിങ്ങളെടുത്ത് നോക്കിക്കോ. ഈ കീറി മുറിച്ചും ചിലവർ തരും, അത് നോക്കരുത്. മുഴുവൻ സ്പീച്ചസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇനി ഒന്നുകൂടെ പറയാം. കൊല്ലം തന്നെ അതിന്റെ റെക്കോർഡ് സൂക്ഷിച്ചോളൂ. 2015 ഞാൻ MP ഒന്നും അല്ല. എനിക്ക് അദ്ദേഹവുമായിട്ട് സൗഹൃദമുള്ള സമയത്ത് 22 എയിംസുകൾ വരുന്നു ഇന്ത്യയിൽ. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ എയിംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹം ഒരു ഡ്രീമായിട്ട് പ്രസന്റ് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ ക്ലോസറ്റ് മീറ്റിങ്ങുകൾ അവതരിപ്പിച്ചതാണ്. ഇത് പിന്നെ ഒരു ഡിസൈനായി കൊണ്ടുവന്ന് 2016 ഇത് പ്രഖ്യാപിക്കുന്നത്. അന്ന് ഇത് അറിഞ്ഞ് വെറും ഫോണിലൂടെയുള്ള ബന്ധം മാത്രമുള്ള സമയത്ത് ആവശ്യപ്പെട്ടതാണ്. ആലപ്പുഴ പോലെ ഇത്രയും അധപ്പതിച്ച് കിടക്കുന്ന ഒരു എല്ലാ അർത്ഥത്തിലും, അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് നോക്കിയാലും റെന്റൽസ് നോക്കിയാലും അവിടുത്തെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാലും, കോട്ടയമൊക്കെ വളരെ ദുരിതത്തിലായിരുന്നു. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. പക്ഷെ അത് ആലപ്പുഴയ്ക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആലപ്പുഴയ്ക്ക് ഇത് കൊടുക്കണം എന്ന് അന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചത് നിലപാടായിരുന്നു. അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങ് സംസ്ഥാനത്തിന്റെ ഒരറ്റത്തുമല്ല കിടക്കുന്ന, ഒത്ത നടുവിൽ എന്ന് പറയാനൊക്കത്തില്ല. അത് പക്ഷേ തൃശ്ശൂരാണ്. ഞാൻ ആ സ്വാർത്ഥതയും ഇപ്പോഴും നിലപാട് മാറ്റത്തിലൂടെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ
ഇന്നത്തെ കണ്ടീഷനിൽ ആലപ്പുഴയിൽ ഇവർ സ്ഥലം തരില്ലെങ്കിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും സ്ഥലം വാങ്ങിയെടുക്കണം. അവിടെയാണ് ഇത് വരേണ്ടത്. സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ കേരള. ഈ പറയുന്ന ഒരു ബ്രീതിങ് സ്പേസ് വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവിടെയുണ്ട്. ബോട്ടിൽ നെക്കുകൾ വളരെ കുറവാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമല്ല, ആരോഗ്യമന്ത്രിയുമല്ല. ഞാനിത് നിങ്ങൾ ഇവിടുന്ന് ഉത്തരവാദിത്വത്തോടെ തെരഞ്ഞെടുത്തയച്ച ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ ആവശ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ എയിംസ് വന്നിരിക്കും എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട് സർ. ഇപ്പൊ കാണുന്നില്ലേ, തെരുതെര നടന്ന് ഉദ്ഘാടനവും നിർമ്മാണ പ്രവർത്തനവും ഒക്കെ തുടങ്ങി വെക്കുന്ന കണ്ടില്ലേ? 2 മാസം അപ്പുറം ഇലക്ഷൻ ഉള്ളപ്പോ. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ അവകാശമാണ് സർ. പക്ഷെ അത് ഞങ്ങൾ ചെയ്യുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പൊ സജ്ജമാകും. 2027 അല്ലെങ്കിൽ 28 സാധ്യമാവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത്? എന്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് കേരളത്തിൽ സർക്കാരുകൾ, ഇനി മാറി വരുന്ന സർക്കാരുണ്ടെങ്കിൽ അവര്, അതല്ല എവരാ വരുന്നതെങ്കിൽ അവര്, അതല്ല പുതിയ സർക്കാരാ വരുന്നതെങ്കിൽ അവര് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ ക്ലിയർ ആക്കണം. പിന്നെ അതിനെന്തിനാ നിങ്ങൾക്ക് സംശയം? എനിക്ക് സംശയമില്ല. മത്സരിക്കില്ല എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരില്ല എന്നാ പറഞ്ഞത്. പക്ഷെ മത്സരിക്കാനും അവർക്ക് എന്നെ ജയിപ്പിക്കാനും മതിയായ കാരണങ്ങൾ വേറെ കാണും. അതിപ്പോ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു UPA ഭരണകാലത്ത്? അന്ന് ഈ പറയുന്ന CPM-ഉം CPI-യും എല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യല്ലായിരുന്നോ? നിങ്ങളുടെ ചിന്ത എവിടെ പോയി? നിങ്ങളുടെ ചോദ്യങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ ആവശ്യങ്ങൾ അന്ന് എവിടെ പോയി? റെയിൽവേ സംബന്ധിച്ച് പറയാം. ബഹുമാന്യനായ സ്വർഗീയ ശ്രീ E. അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഗുരുവായൂരിന്ന്, ഒരുപക്ഷെ ആലപ്പുഴ ലൈൻ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാദേശികമായി ചിന്തിച്ചതിന്റെ ഭാഗമായിരിക്കും. അതിലൊരു തെറ്റുമില്ല. നമുക്ക് ഈസിങ് ഓഫ് പ്രഷർ ഓൺ ഓൾറെഡി എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻസ്, അതിന് ഉത്തമ ഉദാഹരണമാണ് ആലപ്പുഴ ലൈൻ. ആണോ? എത്ര അധിക ട്രെയിൻ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. രണ്ടാമതൊരു വന്ദേ ഭാരത് വന്നപ്പോൾ നമുക്ക് വീണ്ടും കോട്ടയം ലൈനിലേക്ക് പുഷ് ചെയ്യേണ്ടി വന്നില്ല. ഒരു ഈസിങ് ഉണ്ടായി. പല ട്രെയിനുകളും അതുവഴി വരാൻ തുടങ്ങി. അവർക്ക് ട്രാഫിക് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഈസിലായി. എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഗുരുവായൂർ പൊന്നാനി വഴി തിരൂര് വരെ എത്തുന്ന, ഇതിനെ അടുത്ത ബഡ്ജറ്റ് വന്നു കഴിയുമ്പോൾ എവിടെ പൊന്നാനി ലൈൻ എന്ന് ചോദിച്ചാലും വരരുത്. സ്ഥലമെടുത്ത് തരണം കേരള സർക്കാർ. ഇത് മാനദണ്ഡമാണ്. E. അഹമ്മദ് സാഹിബ് പൊന്നാനി വരെയുള്ള സ്ഥലമെടുത്തു, DPR തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അനന്തരാവകാശി എനിക്ക് അതിന്റെ DPR ഈ ആഴ്ച കൈമാറും. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് 1.5 മാസമായി, ഇതുവരെ തന്നില്ല. പക്ഷെ എന്റെ റെയിൽവേ മന്ത്രി അദ്ദേഹത്തിന്റെ വഴിയെ DPR ഇവിടുന്ന് എടുപ്പിച്ച്, കേരള സർക്കാരിൽ നിന്ന് എടുപ്പിച്ച് ഫ്രീസ് ചെയ്ത DPR ഡീഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ സൂചനയാണെന്ന് എന്നേക്കാൾ രാഷ്ട്രീയ പരിചയമുള്ള നിങ്ങൾ മാധ്യമക്കാർ ഇവിടെ പറയണം. ഫ്രീസ് ചെയ്ത ഒരു പദ്ധതി മോദി സർക്കാർ ഡീഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഒരു MP-യുടെ പ്രവർത്തനമാണ്. ഞാൻ ആ പ്രദേശത്തിന്റെ MP അല്ല. ഞാൻ കേരളത്തിന് വേണ്ടിയേ ചിന്തിക്കൂ, കേരളത്തിന് വേണ്ടിയേ പ്രവർത്തിക്കൂ. പക്ഷെ തൃശ്ശൂരിനെ ഞാൻ മറക്കില്ല. തൃശ്ശൂരിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും BJP രാഷ്ട്രീയ കക്ഷിക്കും എന്റെ നേതാക്കൾക്കും മറക്കാൻ ഒക്കത്തില്ല. വെരുവിട എന്നല്ല പറഞ്ഞത്. അതിനകത്ത് ഇത്രയേ ഉള്ളൂ. സത്യം പറയണം, എന്റെ നെഞ്ചത്ത് കൈവച്ചാണ് ഞാൻ പറയുന്നത്.
ഞാൻ നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അന്നേരം എടുത്ത് പറയാൻ തോന്നിയില്ല. മറ്റേ ഇത് പറഞ്ഞ ആ മോനില്ലേ എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ അമ്മ സത്യം. നിങ്ങളെല്ലാം കൂടി വ്യാഖ്യാനിച്ച് അതങ്ങനെ ആക്കി എടുക്കണം ഇലക്ഷൻ വരുന്നത് കൊണ്ട് എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടായെങ്കിൽ എനിക്കതിനകത്ത് എന്താണ് പരിതപിക്കാൻ സാധിക്കില്ല. എനിക്ക് എന്താണ് വേണ്ട, വീണ്ടും ഞാൻ അങ്ങനെ ഇത് ഞാൻ പുച്ഛത്തോടെ തള്ളുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ അവകാശം. സർ, ഇതിനുള്ള ഇപ്പൊ നമുക്ക് വന്ദേ ഭാരതിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് പല ഇടങ്ങളിലും 80 കിലോമീറ്ററിലേക്കും 60 കിലോമീറ്ററിലേക്കൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നിശ്ചിതമായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് സ്പീഡ് കട്ടാകുന്നത്. ഇതിന് ചിലപ്പം 1 മണിക്കൂർ കൂടി ഇതിന്റെ യാത്രാ സമയത്തിൽ വലിയ വമ്പൻ കട്ട് വരുത്താവുന്ന തരത്തിൽ സ്ട്രൈറ്റനിങ് ഓഫ് ലൈൻസ്. പുതിയ ലൈൻ വരണമെങ്കിൽ വീതി കൂട്ടിത്തരണം, സ്ഥലം എടുത്തു തരണമെന്ന് കേരള സർക്കാരിനോട് പറയുന്നത് പോലെ തന്നെ മാറി മാറി വന്ന എല്ലാ സർക്കാരിനോടും കോൺഗ്രസ് ഭരണകാലത്തും പറഞ്ഞിട്ടുണ്ട്. നോ കർവ് ലൈൻസ്, വളവുകൾ നിവർത്തിക്കൊണ്ട് പോകുന്നതിന്. ഇപ്പോൾ ഉള്ള ലൈനുള്ള സ്ഥലം പകരം അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെ നിവർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ സ്പീഡ് കൂടും, അപ്പൊ എഫിഷ്യൻസി കൂടും. ഒരുപക്ഷെ റോഡ് അപകടങ്ങൾക്ക് പോലും ഗണ്യമായ എണ്ണക്കുറവ് വരും. ഇപ്പോ ഞാൻ നാഷണൽ ഹൈവേ കണ്ടിട്ട് ഏതാണ്ട് 1.5 വർഷമാകുന്നു. ഞാൻ ഒരു കാരണവശാലും കൊല്ലത്തേക്ക് വരാൻ പോലും വന്ദേ ഭാരത് അല്ലാതെ മറ്റൊരു സംവിധാനം, അല്ലെങ്കിൽ കേരള എക്സ്പ്രസ്സിൽ വരും, ചെന്നൈ മെയിൽ വരും. റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യം മാത്രമല്ല, നമ്മുടെ ഒരു സൗഖ്യം കൂടി, നമ്മുടെ ഒരു ലൈഫ് സെക്യൂരിറ്റി കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെയല്ല. എനിക്ക് വലിയ സങ്കടമാണ് തോന്നിയത്. ആരെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, ഒരു ഭക്തജനങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ നന്മ സ്ഥാപനമാണ് ആ കൊടിമരത്തിന്റെ ഒരു പുതുക്കി പണിയലെന്ന് പറയുന്നത്. അതിൻ്റെ എനിക്കറിയാം, എൻ്റെ വല്യമ്മാവനായിരുന്നു അന്നത്തെ ചെയർമാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേമിൽ അന്ന് നടന്ന ഒരു ദേവപ്രശ്നത്തിൽ കൃത്യമായി ഒരു സ്കാനർ വെച്ച് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഉൾപ്പൊരുൾ കൃത്യമല്ല, ഇതിന് ദോഷമുണ്ട്. ഈ ചെതലും മണലും ഒക്കെ വന്നു എന്നൊക്കെ ഇന്നലെ ഏതോ ചാനലിലൊക്കെ പറയുന്നൊക്കെ കേട്ടു. അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു അറിവ് അവർക്കുമില്ല, ആർക്കുമില്ല. അപ്പൊ ഇത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഒരു കൊടിമരം എന്ന് പറയുന്നത് എൻ്റെ ചെറിയ അറിവിൽ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ഞാൻ ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവാന്റെ പൊക്കിൾ എന്ന് പറയുന്ന പ്രദേശത്താണ് പൊക്കിൾ കൊടി ബന്ധമാണ് സ്ഥാപിക്കുന്നത് ഒരു കൊടിമരത്തിലൂടെ. എല്ലാ ക്ഷേത്രങ്ങൾക്കും കൊടിമരം അഭിലഷണീയമല്ല, അനുവദിച്ചിട്ടില്ല. അവിടുത്തെ താന്ത്രിക വിധി പ്രകാരം അനുവദിക്കത്തില്ല. കൊടിമരം പാടില്ല എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ഇത് വിശ്വാസ പ്രമാണങ്ങളിൽ ചില ദോഷങ്ങൾ കാണുമായിരിക്കാം, അത് നിർദ്ദേശിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കൊടിമരം പണിയുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷനാണ് അത് ചെയ്തത്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇത് 300 വർഷം 400 വർഷം നിലനിൽക്കാൻ പോകുന്ന കൊടിമരമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ഭക്തൻ അതിന് 3.5-4 കിലോ സ്വർണം കസ്റ്റംസിൽ നിന്ന് അതിന്റെ തീരുവയെല്ലാം അടച്ച് അധിക എക്സൈസ് ഡ്യൂട്ടിയും അടച്ച് കൊണ്ടുവന്നാണ് ആ കൊടിമരം ചെയ്യുന്നത്. ഇതിൽ ഇനി വരുന്ന കാലത്ത് എൻ്റെ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ തലമുറയ്ക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം, എൻ്റെ വിയർപ്പിൻ്റെ ഒരു അംശം കൂടി അതിലുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കണമെന്ന് പറയുന്ന വലിയ വികാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ
അതിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നുള്ള സ്വർണം എടുത്ത് അത് ഭീമയിൽ കൊണ്ടുപോയി 24 ക്യാരറ്റ് ആക്കണം. നമ്മുടെ അടുത്തുള്ളതെല്ലാം 22ഉം 21ഉം ക്യാരറ്റ് ആയിരിക്കും. അപ്പം ഞാൻ വാങ്ങിച്ച കോയിൻസ് 22 ആയിരുന്നു, പക്ഷെ അത് 24 ക്യാരറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനുള്ള അധിക പണം അടച്ച് എടുത്തു കൊണ്ടുപോയാണ് അവിടെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അറിഞ്ഞവരെല്ലാം വന്നിട്ട് ഞങ്ങൾ കൂടി ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൽ ഭൂരിഭാഗം പേരും എൻ്റെ കൂടെ അന്ന് ഇതിലേക്ക് ഒട്ടിക്കുന്ന ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല, ഇത് ക്യാമൽ ഒട്ടകത്തിൻ്റെ തൊലിയുടെ ഷീറ്റുകളുണ്ടാകും. അതിനിടയ്ക്ക് വെച്ച് തടി വെച്ച് അടിച്ച് പരത്തി ഇത് നമ്മളിങ്ങനെ ഈ സ്വീറ്റ്സിൻ്റെയൊക്കെ കാജു കട്ട്ലിയുടെയൊക്കെ പുറത്ത് സിൽവർ ലെയർ വയ്ക്കത്തില്ലേ, അതുപോലുള്ള തിൻ ഷീറ്റാക്കിയിട്ട് മെർക്കുറി തേച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ തന്നെയാണ് ഒട്ടിച്ചത് വാജി വാഹനത്തിൽ. ആ അഷ്ടദിക്പാലകരിലാണ് എൻ്റെ കൂടെ വന്ന ഷാജി കൈലാസും എൻ്റെ മകൻ, അതുപോലെ തന്നെ റഞ്ജി പണിക്കർ, ഇവരെല്ലാം. മോഹൻലാലും ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വിളിച്ച് പറഞ്ഞത്, മോനെ എൻ്റെ ഒരു 2 പവൻ സനൽ തരും, അതും ഒന്ന് കൊടുക്കണം. ഇതെല്ലാം അവിടെ കൃത്യമായി എൻ്റെ ഓർമ്മയാണ്. ഞാനതിന് രസീതൊന്നും വാങ്ങാൻ നിന്നില്ല, കാരണം ഇത് ഞാൻ ഭഗവാൻ അർപ്പിച്ചതാണ്. ഈ ഹുണ്ടിയിലിടുന്ന കാശിന് എത്ര പേരാണ് റെസീറ്റ് വാങ്ങുന്നത്? ഒരാൾക്ക് കിട്ടുമോ റെസീറ്റ്? ബണ്ടിലുകളാണ് തെലുങ്കര് വന്നിടുന്നത്. എന്ത് റെസീറ്റിന്റെ കാര്യമാണ് പറയുന്നത്? തന്നിട്ടുണ്ടാവും, ഞാൻ വാങ്ങിയിട്ടുണ്ടാവും, ഞാൻ എവിടെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കൃത്യമായി ബുക്ക് എടുത്ത് വെച്ച് കണിശക്കാരനാണ് അദ്ദേഹം. അന്ന് അജയ് തറയിലും അതുപോലെ തന്നെ പ്രയാർ ഗ്വാലേഷൻ ചേട്ടനും ഒക്കെ ഉണ്ട്. അവരെല്ലാം നല്ല ഭക്തി നിർഭരമായ അന്തരീക്ഷം ഒരുക്കി തന്നെയാണ് അവിടെ നിന്നത്. എല്ലാ ഇറ്റ് സ്വർണത്തിനും 1/2 പവൻ തന്നവരുണ്ട്. എല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് അവരുടെ പേര് എഴുതി വെച്ച് തന്നെയാണ് ഈ സ്വർണം അവിടെ വെച്ച് അടിച്ച് ഷീറ്റാക്കിയതും പലതും ഫോയിലാക്കി തന്ന് ഞങ്ങൾ തന്നെ ഇരുന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ഇതിന് മേലെ ഇനി ഒരു കണക്ക് കൂടിയുണ്ട്, ഇനി അതുകൂടെ ഇവർ അന്വേഷിക്കണം. എണ്ണത്തോണിയിൽ ഈ മരം മുറിക്കുന്ന ചടങ്ങ് തുടങ്ങി ഞാൻ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ്. മരം മുറിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടില്ല, പക്ഷെ ഈ പണിയുടെ ഒരു ആത്മീയ സഞ്ചാരത്തിൽ ഞാനും അതിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ്, ആത്മീയമായി തന്നെ. അപ്പോൾ ഇത് എണ്ണത്തോണിയിൽ അതിൻ്റെ ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞ് എണ്ണത്തോണിയിലേക്ക് നിക്ഷേപിച്ചപ്പോൾ ആ എണ്ണത്തോണിയിലേക്ക് ഒഴിക്കാൻ ഒരുപക്ഷെ തിരിയിട്ട് കത്തിച്ചാൽ കറുത്ത പുക വരാത്ത ഒറിജിനൽ എള്ളിൻ്റെ എണ്ണ തോവാളയ്ക്കപ്പുറത്തുനിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ചക്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് 12 ടിൻ എണ്ണ ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ അഴിമതിയും കൂടെ കണ്ടുപിടിക്കേണ്ടി വരുമോ? പാവം എന്തിനാണ് ഭക്തജനങ്ങൾ നൽകുന്ന ഇത്തരം സംഭാവനകൾക്ക് അവരെ രാഷ്ട്രീയപരമായി എല്ലാവരും ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞ് ചില പേരുകൾ എടുത്ത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയമൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അവരെ ഒന്നും ദ്രോഹിക്കുന്നതിന് നമുക്ക് മാനസികമായിട്ട് കൂട്ടു നിൽക്കാനൊക്കത്തില്ല. അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ, കോടതി അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ പറയൂ. അല്ലാതെ പിന്നെ അതെല്ലാം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ആ രേഖ അവർ സൂക്ഷിക്കും, എനിക്ക് സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല കേട്ടോ ഈ വിഷയം. സ്പാകൾക്ക് നേരെ ഇത്തരം ഒരു നടപടി വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ഈ നാരീശക്തി, നാരീ പൂജ, നാരികളുടെ സംരക്ഷണം എന്നൊക്കെ പറയുന്ന ഒരു ബ്രാക്കറ്റിൽ ഒതുക്കി നിർത്താതെ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം അവരുടെ പ്രവർത്തന മേഖലകളിലെല്ലാം വരണമെന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ തന്നെ ആയാലും WCC മുമ്പോട്ട് കൊണ്ടുവന്ന നിർദ്ദേശങ്ങളെല്ലാം കോടതിയുടെയും കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെയും പിന്തുണയോടുകൂടി ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അധിക ചെലവ് നടത്തി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇത് എല്ലായിടത്തും വേണ്ടേ? ഇതാര് ചെയ്യുന്നു? ഒരു വ്യക്തി ഇത് വ്യക്തിപരമായ ബിസിനസ് സ്ഥാപനമായി നടത്തുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ എന്തെങ്കിലും ഇംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല ഈ വിഷയം.
വ്യാപകമായി റെയ്ഡുകൾ നടക്കുന്നുണ്ടെന്നറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള വരുമ്പം എന്നാൽ ഈ പിന്നെ ദോശയുടെ കൂടെ ചമ്മന്തിയും വെക്കാം, കുറച്ച് തക്കാളി ചട്നിയും വെക്കാം എന്ന് വിചാരിക്കുന്ന പോലെ എല്ലായിടത്തു നിന്നും കുറച്ച് ആൾക്കാരെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച ഉദ്ദേശത്തോടെ അതെ അതെ അപ്പൊ അത് അവരോട് ചോദിക്കണം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനൊക്കെ അല്ല, തീർച്ചയായിട്ടും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പിന്നെ അതിൻ്റെ ഒരു എസൈഡാ പറഞ്ഞത്. അതിൻ്റെ ഒരു എന്താ അതിന് നമ്മൾ പറയാം, അതിൻ്റെ ഒരു കുഞ്ചുക്കുറുപ്പാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയം ഞാൻ പീയൂഷ് ഗോയൽജി എടുത്ത് ഞാൻ രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് അവതരിപ്പിച്ചതാണ്. പക്ഷെ എനിക്ക് പിന്നെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവാത്തതുകൊണ്ട് അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടം എന്ന് പറയുന്നത് മുറിഞ്ഞുപോയി. ഇപ്പോൾ അത് മാത്രമല്ല, തൃശ്ശൂരും ഏതാണ്ട് 47 ഏക്കർ സ്ഥലം NTCയുടെ സ്ഥലം വെറുതെ കിടന്ന് തുരുമ്പെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പദ്ധതി എന്ന് പറയുന്നത് ഉറച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൃശ്ശൂർ ഉള്ള വീവിങ് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടൊരു വീവേഴ്സ് പാർക്ക്, നെയ്ത്ത് പാർക്ക് തുടങ്ങാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടെ ആ വിഷയം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് തന്നെ പാർവതി മില്ലിലും കൊണ്ടുവരണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ മുമ്പിൽ കൂടെ വന്നപ്പം തോന്നി. അതേ പദ്ധതി വേണമെങ്കിൽ കൊല്ലത്ത് ആവിഷ്കരിക്കാവുന്നതാണ്. പുതിയ ഭരണം ആര് വരുമെന്നൊന്ന് നോക്കട്ടെ, നോക്കിയിട്ട് തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലെന്ന്. ശ്രദ്ധയിലല്ല, ഇത് എന്നെ അതിശയിപ്പിച്ചത് ശ്രീമതി വീണ ജോർജിൻ്റെ ഒരു പത്രസമ്മേളനമാണ്. ഞങ്ങളിത് ജനുവരി 7-ാം തീയതിയേ അറിഞ്ഞുള്ളൂ. 19-ാം തീയതി തന്നെ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നത് ESI ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ ട്രാൻസ്ഫർ ആയി വന്നതും പോയവരുമായ എത്രയോ പേരുടെ അടുത്ത് ഈ വിഷയം 2017 മുതൽ ഉന്നയിക്കുന്നു. ഇത് തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു നോമിനേറ്റഡ് രാജ്യസഭാ MPക്ക് ഇത് അറിയാമായിരുന്നു. ആ കാലത്ത് അയാൾ അയാളുടെ കഴിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് സാധ്യമാക്കാൻ ശ്രമിച്ചു. പക്ഷെ കേരള സർക്കാർ ഇത് അറിഞ്ഞേയില്ല, ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഇത് അറിഞ്ഞതേയില്ല. ഈ ESI അഡ്മിനിസ്ട്രേഷൻ എൻ്റെ അടുത്ത് വന്നതുപോലെ തന്നെ അവരുടെ അടുത്തൊന്നും ചെന്നില്ല. ഇതെന്താ പെട്ടെന്ന് ഇലക്ഷനുള്ള ഒരു വർഷത്തെ, ഒരു നിയമസഭാ ഇലക്ഷനുള്ള ഒരു വർഷത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളായി അങ്ങ് ശുഷ്കിച്ചു പോകുന്നുണ്ട്. ജനങ്ങളുടെ ലഭ്യത എന്ന് പറയുന്നത് എന്താണ്? എയിംസിനെ കുറിച്ച് നിങ്ങൾ വലിയ ഘോരവാദങ്ങൾ നടത്തുന്നുണ്ട്. ESI ആശുപത്രി മെഡിക്കൽ കോളേജായി മാറുന്നത് വഴി അസംഘടിത വിഭാഗങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, അവരുടെ മക്കൾക്ക് അവരുടെ എയിംസാണ് ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ എയിംസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊക്കെ എത്രയോ കാലമായിട്ട് ആരൊക്കെയോ പരിശ്രമിക്കുന്നു. ഇത് അതായത് കൈക്കുമ്പിളിലിരിക്കുന്നത് അങ്ങ് തകർന്നു പോകുക എന്ന് പറയുന്ന അത്രയും വേദന അതിനകത്തുണ്ട്. കിട്ടാത്തതിനെക്കുറിച്ച് ബഹളം വയ്ക്കാനാണ് താല്പര്യം. കിട്ടിയത് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് പശ്ചാത്താപമില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ്. ആര് ഇനിഷ്യേറ്റീവ് എടുക്കണം? ഇതിന് നമുക്ക് ഇതിൻ്റെ ഞാൻ എയിംസിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ പാരാഫർനേലിയാണ്. ആ പാരാഫർനേലിയ മീറ്റപ്പ് ചെയ്യാൻ, സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമം എന്ന് പറയുന്നത് ആരൊക്കെ നടത്തണം,
3 വശങ്ങളുണ്ടായി. ആ 3 ഭാഗത്തു നിന്നും ഇതിന്റെ ഏകീകരിച്ച പ്രയത്നമുണ്ടാവണ്ടേ? അതിനകത്ത് രാഷ്ട്രീയം കലർന്നാൽ ജനങ്ങളുടെ ഒരു സൗഭാഗ്യമാണ് നഷ്ടപ്പെടുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം കലർത്താൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാന നിമിഷം. ഇന്ന് രാത്രി 8 മണിക്ക് ഇത് നഷ്ടപ്പെടും, ഞാൻ എന്ത് വേണമെന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ നേരിട്ട് ഉച്ചയ്ക്ക്, എനിക്കറിയാം, കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് CMന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് 600 കോടിയാണ് നഷ്ടപ്പെടുത്തിയത്. നമ്മൾ ഈ അസംഘടിത മേഖല എന്നൊക്കെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ അതെങ്ങനെ ബാധിക്കും? ആയുഷ്മാൻ ഭാരത് എന്താണ് പദ്ധതി? പെയിന്റ് അടിക്കാൻ പോകുന്ന ആള് ഒരു സ്റ്റൂളിൽ നിന്ന് തെന്നി നടുപിടിച്ചോ അല്ലെങ്കിൽ തലയടിച്ചോ വീണു, ജീവൻ നിലനിർത്തണം, ആരോഗ്യപൂർണനായി തിരിച്ചു കൊണ്ടുവരണം. ആ കുടുംബത്തിന് അവശേഷിക്കുന്ന 5 സെന്റ് ഭൂമി ചിലപ്പം വിറ്റിട്ടോ കടം മേടിച്ചിട്ടോ അതിന് പിന്നെ പലിശ അടയ്ക്കാൻ പറ്റാതെ തെരുവിൽ ഇറക്കപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഞാനും നിങ്ങളും ഒക്കെ നേരിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള, ഇതിന് സൊല്യൂഷൻ കണ്ടിട്ടുള്ള എത്രയോ 100 കണക്കിന് കേസുകളില്ല. അപ്പൊ അതിന് സംക്ഷിപ്തമായി ഒരു ബഡ്ജറ്റ് നിർദ്ദേശമാണ് വന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദിസ് ഇസ് ദ മോസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഇൻ ദ ഫോം ഓഫ് എ ബഡ്ജറ്റ് ദാറ്റ് ഹസ് കം ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദിസ് ഇയർ. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇപ്പോഴല്ല അതിന്റെ ഡിവിഡൻസ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2047 വികസിത ഭാരതം എന്ന് പറയുന്നത് സാധ്യമാകുന്നതിന് നാരി യുവ ഈ 2 വേർട്ടിക്കൽസിന്റെ പരിപോഷണം, പരിലാളനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഈ ഡിസൈനിൽ നോക്കിയാൽ അറിയാം. MSME ആയാലും സെമി കണ്ടക്ടേഴ്സ് ആയാലും മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഡെവലപ്മെന്റ്, ഗൈഡ് ടൂറിസം, ഗൈഡ് ട്രെയിനിങ്, പുതിയ സസ്റ്റൈനബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻസ്, 50 പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ് ഗൈഡ് ലൈൻസ് രൂപീകരിച്ചിട്ടുള്ളത്. 2 ദിവസം മുമ്പാണ് ഞാൻ അതിന്റെ റിവ്യൂ മീറ്റിംഗ് എടുക്കുന്നത്. ആ റിപ്പോർട്ട് റെഡിയാണ്. പ്രധാനമന്ത്രി എടുത്ത് അടുത്ത ആഴ്ച, പാർലമെന്റ് കഴിഞ്ഞ് അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ അപ്രൂവലിനെത്തും. അതിനകത്ത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ 1 മാസത്തിനകം തിരിച്ചു വന്നാൽ 50 പുതിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിന് ഉറപ്പായിട്ടും ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കിട്ടും. 28 36 ഡെസ്റ്റിനേഷൻസ് പോകെ അവശേഷിക്കുന്ന 14 ഡെസ്റ്റിനേഷൻസിൽ ഒന്നിന് സ്റ്റേക്ക് വയ്ക്കാം കേരളത്തിന്. ഒരു ന്യൂ ഡെസ്റ്റിനേഷന് കിട്ടുന്നത് 500 കോടിയാണ്. 200 കോടി മെയിൻ്റനൻസിനും ഓപ്പറേഷനും, 300 കോടി സ്ഥാപിതമാക്കുന്നതിന്. ഇത് കേരളത്തിന് കിട്ടും. അതുകൊണ്ട് എത്രയാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് IHM-ൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തൊഴിലവസരങ്ങൾ എത്രയാണ് വർദ്ധിക്കുന്നത്? പെരിഫറൽ ബെനിഫിറ്റ്സ് എത്രയാണ്? ആ ഒരു ഡെസ്റ്റിനേഷനെ ചുറ്റിപ്പറ്റി വരുന്ന ഹോം സ്റ്റേസ്, അവിടുത്തെ അടുക്കളയിൽ പണിയെടുക്കുന്ന, ഹോം സ്റ്റേയിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർ, നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ നോക്കിയാൽ അവരും അസംഘടിത മേഖലയാണ്. ഏതാ? ഇതാണ് പ്രശ്നം. കേരളത്തിൽ ഇപ്പൊ ഞാൻ പൂമല എന്ന് പറഞ്ഞ് തൃശ്ശൂര്, അതിന്റെ ക്വാളിറ്റീസും പ്രോപ്പർട്ടീസും എല്ലാം ഭയങ്കര വൈവിധ്യമുള്ളതാണ്. നിങ്ങൾ പൂമല ഒരു ശനി ഞായർ പോവുക. ഇതാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ തൃശ്ശൂരുകാർ എന്നെ തെരഞ്ഞെടുത്തതിന് ശിക്ഷിക്കാൻ വേണ്ടി തൃശ്ശൂർ അത് തരില്ല എന്ന് ഈ രാഷ്ട്രീയം വിചാരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോറൻസിക് ലാബിന് അതല്ലേ പറ്റിയത്? ഇപ്പൊ അടുത്ത തലക്കടി എന്താണെന്നറിയാം? 8 ഏക്കറാണ് ഫോറൻസിക് ലാബിന് ചോദിച്ചത്. അതിന്റെ do you have the letter?
കണ്ണൂരല്ല, തിരുവനന്തപുരം. അവിടുന്ന് അമിത്ഷായുടെ ഫോറൻസിക് മിനിസ്ട്രിയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരന് കത്തയച്ചു. ഞങ്ങൾക്ക് തൃശ്ശൂർ സെൻട്രലി ലൊക്കേറ്റഡ് ആയതുകൊണ്ടും എയർപോർട്ട് 1 മണിക്കൂർ കൊണ്ടും 10 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനും 12 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റേഷനും ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പ്രദേശമായതുകൊണ്ട് തൃശ്ശൂരിൽ 12 ഏക്കർ സ്ഥലം വേണം. ഇത് സാധ്യമാക്കി തരണമെന്ന് റിക്വസ്റ്റ് ലെറ്റർ അയച്ചതിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് തരാം, എടുത്തു തരാം. തിരിച്ച് മറുപടി ഇവിടുന്ന് ജോയിന്റ് സെക്രട്ടറിയാണ് അയച്ചത്. തിരുവനന്തപുരത്ത് ഞങ്ങൾ 7 ഏക്കർ സ്ഥലം പെർ ഏക്കർ 100 രൂപ ഒരു വർഷം വെച്ച് 30 വർഷത്തേക്ക് ലീസിന് തരാം. എന്താണ് ഈ ഉത്തരത്തിൽ? രാഷ്ട്രീയമാണോ ഉള്ളത്, വികസന കാഴ്ചപ്പാടാണോ ഉള്ളത്? പറഞ്ഞുതരാൻ പറ്റുമോ? ഞാൻ തലക്കടി അടുത്തതെന്ന് പറഞ്ഞത്, അടുത്തത് അമിത്ഷാ ആവശ്യപ്പെടാൻ പോകുന്നത് 25 ഏക്കറാണ് ഫോറൻസിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് തൃശ്ശൂരിൽ. നിങ്ങൾ അന്വേഷിക്കി തരുമോന്ന്? ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് 25 തൃശ്ശൂർ തരാൻ തയ്യാറാണെന്ന് അറിയിക്കട്ടെ. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എയിംസ് വന്നില്ലെങ്കിൽ പിന്നെ ഇലക്ഷന് നിൽക്കില്ലല്ലോ എന്ന്. അവരും പ്രഖ്യാപിക്കട്ടെ, അത് തരാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ കാൻഡിഡേറ്റ്സിനെ നിർത്തില്ല എന്ന്. സിമ്പിൾ. അങ്ങനെയാണോ ഇനി രാഷ്ട്രീയം പോകേണ്ടത്? നിങ്ങൾ നിശ്ചയിക്കും. ഏതാ എൻ്റെ ഈ ബഡ്ജറ്റ് ഡിസ്കഷൻ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അല്ല, അത് ഞാൻ ഉത്തരം പറയാം. ചോദ്യം ഒന്നുകൂടെ പറയണേ. പക്ഷെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം എൻ്റെ മുഖപ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ബഡ്ജറ്റിൻ്റെ ഒരു ഗ്രേഷ്യസ്നെസ്, ബഡ്ജറ്റിൻ്റെ ഒരു നൈപുണ്യത, ഇത് മുക്കിക്കളയുന്ന തരത്തിൽ ഒരു എലക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ ഒരു ഡീസ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു റോങ് നറേഷൻ എന്ന് പറയുന്നത് ശക്തമായാൽ 5 വർഷം ഒരു വഞ്ചന, അതിന് നിങ്ങൾ മാധ്യമക്കാർ കാരണക്കാരാവരുത്. നിങ്ങളിത് അനലൈസ് ചെയ്യും. ഞാനിതിൻ്റെ മുഴുവൻ ടെക്സ്റ്റും തരാം. നിങ്ങളത് അനലൈസ് ചെയ്ത് ജനങ്ങളെ ഇതിൻ്റെ കൃത്യത എന്താണെന്ന് അറിയിക്കും. ഒരു രാഷ്ട്രീയത്തിനും വേണ്ടി ടൂളാവരുത്. ഇത് എനിക്ക് സംക്ഷിപ്തമായി പറയാൻ സാധിക്കും. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? അത് കേട്ടുപോലും ഇല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊന്നും കേട്ടുപോലും ഇല്ല. എൻ്റെ ആഗ്രഹവും എൻ്റെ വിശ്വാസവും അതേ എനിക്ക് പറയാൻ അവകാശമുണ്ട്. കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനിത് നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. നല്ല അന്തരീക്ഷം ജനങ്ങളുടെ മനംമാറ്റത്തിലൂടെയും മൈൻഡ് സെറ്റ് ചേഞ്ചിലൂടെയും ഒരുങ്ങിയിട്ടുണ്ട്. അതിന് കാരണങ്ങൾ വിവിധങ്ങളാണ്. അതിൽ നിന്ന് ഞാൻ കണക്കാക്കുന്നത് കാൻഡിഡേറ്റാണ് പ്രശ്നം. കാൻഡിഡേച്ചർ മാത്രമാണ്. അത് ഞങ്ങൾക്ക് മാത്രമുള്ള ബാധ്യതയായി മാറി എന്നുള്ളത് വലിയ ഡിസ്ക്രിമിനേഷനാണ്. മറ്റുള്ളവരുടെ കാൻഡിഡേറ്റ് ആരാണെന്നോ എന്താണെന്നോ അച്യുതാനന്ദൻ സഖാവ് പറയുന്ന ആ ഗണത്തിൽപ്പെടുന്ന ആളാണോ എന്നോ ഒന്നും നോക്കണ്ട. ഞങ്ങളുടെ കാൻഡിഡേറ്റിന്റെ മൂല്യം അറിയണം. അപ്പൊ അത് മാത്രമാണ് ഇതിനകത്ത് ഒരു പ്രധാന ഘടകം. അങ്ങനെ കണ്ടെത്താൻ എൻ്റെ ആഗ്രഹം ഒരു ഭരണം എന്ന് പറയുന്നത് രൂപീകൃതമാകുമ്പോൾ ഒരു ഡിസൈഡിങ് ഫാക്ടറായി നിലനിൽക്കുന്ന അത്രയും എണ്ണം, ഞാൻ വിചാരിക്കുന്നത് ഒരു 21 MLA-മാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിയമസഭയിൽ 2026 വന്നാൽ വി വിൽ ബി ദി കിങ് മേക്കേഴ്സ്.
അങ്ങനെ വന്നാൽ ഇന്ന് ചില ഭയവിഹ്വലതകൾ, ഒരുപക്ഷെ അവർ വന്നാൽ ഇങ്ങനെ, ഇവർ വന്നാലും അത് തന്നെയാണ് എന്ന് പറയുന്ന ഭയപ്പാടുള്ള വോട്ടിംഗ് വിഭാഗത്തിന് ഈ 21 പേർ എന്ന് പറയുന്നത് അവരുടെ വോട്ടേഴ്സിൻ്റെയും യഥാർത്ഥ പൗരന്മാരുടെയും രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തവരുമായ പൗരന്മാരുടെയും തണ്ടലിൻ്റെ ബലമായി മാറും എന്നുള്ളത് നിശ്ചയമാണ്. ഒരിക്കലുമില്ല. എന്നെ 5 വർഷം വോട്ട് ചെയ്ത് ഒരു പണച്ചെലവുണ്ടായി. അത് തീർത്തിട്ട് മറ്റെന്തിനെ കുറിച്ചും ചിന്തിക്കും. ഇനി അതിനോട് ഞാൻ വാക്ക് തരണം. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് കളഞ്ഞിട്ട് പോകും. അയ്യോ, അങ്ങനല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിർണായക ശക്തിയാവും. പിന്നെ ആര് ഭരണത്തിൽ വന്നാലും അവര് ജനങ്ങളെ ഭയക്കേണ്ടി വരും. ആ ജനപക്ഷത്ത് നിൽക്കുന്ന ഡിസൈഡിങ് ഫാക്ടറായി മാറും. ഇതാണ് സത്യത്തിൽ ഭരണം കൈയാളുന്നതിനേക്കാൾ നല്ല പ്രവർത്തന മേഖല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. അതിന്റെ ഒരു അംശം തന്നെയല്ലേ ഒരു കവി ഇപ്രാവശ്യം പറഞ്ഞത്. പ്രതിപക്ഷത്തിരുന്ന് ഭരിപ്പിക്കണം എന്നൊരു വാചകം അദ്ദേഹം ഉപയോഗിച്ചു അല്ലേ? പറഞ്ഞോ? നിങ്ങളല്ല, ഒരു കവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ കുരിശൊക്കെ അപ്പുറത്തൂടെ പോകുന്ന കുരിശെടുത്ത് തലയിട്ട് നോക്കിയാൽ അങ്ങനെ. റെഡിയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ പ്രേമൻ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു. പ്രേമൻ ഇന്ന് പാർലമെന്റിലിരിക്കണം. അടുത്ത ഡേറ്റ് 14-ാം തീയതി ഉച്ചയ്ക്ക് 3:30. 3:30. കണ്ട, നമ്മൾ ഈ ബഡ്ജറ്റിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയതിന്റെ ഗുണമാണ് അല്ലെങ്കിൽ ദോഷമാണ് ഇപ്പൊ സംഭവിച്ചത്. കടലാമയെ സംബന്ധിച്ച് ഇവിടെ പിറ്റേ ദിവസം മുതൽ ഏജൻസികൾക്കൊക്കെ എന്തോ ഒരു രസമായിരുന്നു അല്ലേ? ഈ പദ്ധതിയുടെ നന്മ അറിയണമെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സെയ്ഷൽസിന്റെ ബഹുമാനീയനായ രാഷ്ട്രപതിയുടെ കൂടെ ഒരു ദിവസമുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ഫിഷറീസ് ആൻഡ് ദെൻ ടൂറിസം. ഏതാ? ഫോറൻസിക് ലാബ്. യു ഹാവ് ദി റിപ്ലൈസ് ആൻഡ് ഓക്കെ. ദ ഫസ്റ്റ് ടു ആർ ലെറ്റേഴ്സ് ഫ്രം ജെയിൻ. ഒരാൾ ഇവിടെ വന്ന് ഇത് വായിക്കണം. ഇങ്ങോട്ട് അയച്ച കത്തും തിരിച്ചു എന്ന മറുപടിയും അത്രയും ചെയ്താൽ മതി. ഒരാൾ വന്ന് വായിക്കണേ. അപ്പോൾ അവിടുത്തെ ഫിഷറീസ് എങ്ങനെയാണ് ഇത്രയും ശക്തമായത്? നമ്മളിവിടെ കോറീഡ് ചെയ്യണം. വെറ്റനറി, ഫിഷറീസ്, കോസ്റ്റൽ ലൈഫ് ഈസിംഗ്, നമ്മുടെ ഫിഷ് എക്സ്പോർട്സ്. പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു വളരെ മാജിക്കലായിട്ടുള്ള ഒരു മൂവിലൂടെയാണ് ഒരുപക്ഷെ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിൽ കച്ച് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ ഷ്രിംപ് എക്സ്പോർട്സ് നമുക്കൊരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം കഴിഞ്ഞ 2 വർഷമായിട്ട് വീണ്ടെടുത്ത് നമ്മൾ റൂളിംഗ് നമ്പർ 1 ഇപ്പോൾ US-ലേക്കുള്ള ഏറ്റവും വലിയ ഫിഷ് എക്സ്പോർട്ടേഴ്സായി നമ്മൾ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൾട്ടിവേഷനെ സംബന്ധിച്ച് കടലിൽ ചില അസംസ്കൃത വസ്തുക്കളുടെ വ്യാപനം അല്ലെങ്കിൽ അപകടകരമായ വളർച്ച എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതിന് ഈ ഗ്രീൻ ടേർട്ടിൽ എന്ന് പറയുന്നത് വലിയ ഒരു ചാലക ശക്തിയാണ്. ഇത് കോറീഡ് ചെയ്താൽ ഫിഷറീസ് അപ്ലിഫ്റ്റ്മെന്റ്, വെറ്റനറി അപ്ലിഫ്റ്റ്മെന്റ്, അപ്പോൾ സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ വരുമാനം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കും. ഇതിന് ഉതകുന്ന തരത്തിൽ അന്തരീക്ഷം, എൻവയൺമെന്റ് നമ്മൾ ആ രൂപത്തിൽ സൃഷ്ടിക്കണം. ഈ സീ ഗ്രാസ്,
സീ വീഡ്സ് ഒരു ലെവലിന് മേലെ വളർന്നാൽ അത് ഫിഷ് ബ്രീഡിങ്ങിന് അപകടകരമായ ഒരു കാലാവസ്ഥ എൻവയൺമെൻ്റാണ് ജലത്തിനടിയിൽ സൃഷ്ടിക്കുന്നത്. ടേർട്ടിൽസാണ് ഇത് മുഴുവൻ ഭക്ഷിച്ച് ഇത് സംസ്കരിക്കുന്നത്. അതുകൊണ്ട് ടേർട്ടിൽ ട്രെയിൽ എന്ന് പറയുന്നതിനകത്ത് ടൂറിസം എലമെൻ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഇന്നലെയും ആരോ വന്ന് വലിയൊരു ആമയും അല്ലേ മുട്ടയിട്ടു അല്ലേ തിരുമുല്ലവാരത്ത്. ഇതൊരു ട്രെൻഡായി മാറും. ഇത് തന്നെയാണ് നിങ്ങൾ പശു ചാണകം എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നും ഇതുപോലെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾ ഏജൻസികൾ അങ്ങ് ഒരുപാട് പണമുണ്ടാക്കി. എന്തോ ഒരു അവഹേളനമായിരുന്നു. ഇന്ന് രാജ്യത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന CBG പ്ലാന്റുകൾ, കംപ്രസ്ഡ് ബയോഗ്യാസ്, എൻ്റെ മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ്. ബ്ലെൻഡിങ് നടക്കാൻ പോവുകയാണ്. എന്തുമായിട്ട്? CNGയുമായിട്ട്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഏതാണ്ട് 2%, 1% ഇപ്പോൾ ബ്ലെൻഡിങ്. അടുത്ത വർഷം അത് 2% ബ്ലെൻഡിങ് ആവും. എത്തനോൾ ബ്ലെൻഡിങ് പോലെ തന്നെ. ഇതിൻ്റെ എഫിഷ്യൻസി കൂടുകയാണ് CNGയുടെ. പ്രൈസിലും അതിന് ഡിമിനിഷിങ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ CNG എന്ന് പറയുന്നത് പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആവും ഡീസലിനും അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിനും. അപ്പോൾ ആ CBG പ്ലാന്റ് ബഹുമാനീയനായ മുഖ്യമന്ത്രി ബ്രഹ്മപുരത്തുണ്ടായ ഒരു വലിയ അപകടം, ജനങ്ങളുടെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞ് അതുവഴി ജീവിതം മുട്ടിച്ചു കളഞ്ഞ ഒരു വലിയ അപകടത്തിൽ നിന്ന് കരകയറുന്നതിന് ശ്രീ അമിത്ഷാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൂടി അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലായതുകൊണ്ട് അന്നത്തെ പെട്രോളിയം മിനിസ്റ്റർ വഴി ഹർദീപ് സിംഗ് പുരി തന്നെയാണ്, അദ്ദേഹം വഴി നിർദ്ദേശം നൽകി BPCL ബ്രഹ്മപുരത്ത് CBG പ്ലാന്റ് നിർമ്മിച്ച് അത് മുഖ്യമന്ത്രിയും ഞാനും എല്ലാവരും കൂടി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ 27-ാം തീയതി ബ്രഹ്മപുരത്ത്. ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ എവിടുന്നാ വരുന്നതെന്ന് അറിയാമല്ലേ? കാറ്റിൽ ഫീഡിന്റെ ചണ്ടി, അതുപോലെ തന്നെ നമ്മൾ ശർക്കര പഞ്ചസാര ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വരുന്ന ചണ്ടി, നമ്മുടെ വീടുകളിലെ ബയോളജിക്കൽ വേസ്റ്റ്, ഇതിൽ നിന്നെല്ലാം കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എത്തനോളിനും ഒരു വലിയ അംശം പോവും. അത് കഴിഞ്ഞുള്ള എന്താണ് മഡെന്ന് പറയുന്നതാണ് ഒരുപക്ഷെ CBGയുടെ നിർമ്മാണത്തിലേക്ക് വരുന്നത്. നമുക്ക് വലിയ അവഹേളനമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ആമയും ആമ മുട്ടയും നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സുകളായി മാറും ടൂറിസം രംഗത്ത്. താങ്ക് യു. അല്ലല്ല, ഞാൻ അവിടെ താങ്ക്സ് പറഞ്ഞ. നാളെ പണിമുടക്കാണോ? ഉണ്ടോ അത്? ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് അറിയത്തില്ല. അപ്പൊ ഇത് ഒരു ഉപകാരം ചെയ്യണം, ഒരാളൊന്ന് വന്ന് വായിക്കണം. ആര് വായിക്കും? ഇംഗ്ലീഷിലാണ്. ആര് വായിക്കും? മൈക്കോട്. ജയസൂര്യന് വല്ലതും പറയാനുണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബഡ്ജറ്റ്. കേരളത്തിന് കിട്ടിയ കാര്യങ്ങൾ, അതുപോലെ കേരളത്തിന് കിട്ടാത്ത കാര്യങ്ങൾ. കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിന് കിട്ടിയത് എന്ത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിന് കിട്ടിയിട്ട് കേരളം ഉപയോഗിക്കാതെ പോയത്, ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടും ഉപയോഗിക്കാതെ പോയത് ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമായതുകൊണ്ട് ആ കാര്യം ഞാൻ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഇത് ചെറിയ ഒരു വിഷയമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് കേരളത്തിന് കിട്ടിയ കാര്യങ്ങൾ ധാരാളമുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതല്ലല്ല, എന്നാലും ഇതൊരു ഒഫീഷ്യൽ പേജ്. അതെ അതെ. ആദ്യം നമുക്ക്
ഞാൻ ഇങ്ങനെ തന്നെയാണ്. അത് ഞാൻ അങ്ങനെയാണ്. അതിന് എവിടുന്ന് നിർദ്ദേശമൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചൊടിപ്പിച്ചില്ല, നിങ്ങൾ നല്ലതായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ലതായി. എങ്ങനെ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ഓരോ കാലാവസ്ഥയിലും നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ കിട്ടി നിങ്ങൾ എന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും.